റോഷിപാൽ, അങ്ങനെയാണെങ്കിൽ 2016 മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിന് VS ജോയിക്ക് തയ്യാറെടുക്കാം. നേതാക്കൾക്കിടയിൽ പൊതുവെ ഒരു ധാരണയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ VS ജോയിക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും റോഷി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ? ഡോക്ടർ അരുൺകുമാർ നേരത്തെ തന്നെ PV അൻവറാണ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് നേതൃത്വം PV അൻവറിന്റെ നിർദ്ദേശം അത് പരിഗണിക്കുകയും ചെയ്യും. നേരത്തെ തന്നെ VS ജോയിക്ക് തന്നെയാണ് മുൻതൂക്കം. കാരണം അവിടെ VV പ്രകാശിന്റെ കുടുംബത്തിന് വലിയൊരു പരാതിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ചില നീക്കങ്ങൾ ഉണ്ടായി എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പല പരാതികളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് VS ജോയിക്ക് അവിടെ മുൻതൂക്കം ലഭിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. അഹമ്മദാബാദിൽ അനൌദ്യോഗിക ചർച്ചകളാണ്. AP അനിൽകുമാർ ഇന്നലെ എത്തുകയും പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള ചർച്ചകളാണ്. തുടക്കം മുതൽ തന്നെ VS ജോയിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. അതിന്റെ അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പിന്നാലെ തന്നെ AICCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് ഇത് കൈമാറുകയും കമ്മിറ്റിയുടെ അംഗീകാരം വന്നാൽ തൊട്ടു പിന്നാലെ പ്രഖ്യാപനം. അങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. തൃക്കാക്കരയിലും ഒപ്പം പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും അടക്കം എങ്ങനെയാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സമാനമായി യാതൊരു തരത്തിലും തർക്കങ്ങളില്ലാതെ ഏറ്റവും അടുത്ത നിമിഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന രീതിയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതൃത്വം പരീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് പ്രചാരണത്തിൽ മുൻതൂക്കം ലഭിക്കും എന്ന ഒരു ആത്മവിശ്വാസമാണ്. കാരണം സ്ഥാനാർത്ഥി ചർച്ചകൾ കുറെ ദിവസം അത് വളരെ നെഗറ്റീവായ ഒരു സന്ദേശം നൽകും എന്ന ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നീക്കം. VS ജോയിയെ സംബന്ധിച്ചിടത്തോളം KSU സംസ്ഥാന അധ്യക്ഷനായ നിലയിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രവർത്തനം നടത്തിയ ഒരു പാരമ്പര്യം, അതിനൊപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ടൈമിൽ സംസ്ഥാനത്ത് 14 ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ നിയമിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ DCC അധ്യക്ഷൻ. അവിടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ നിരന്തരം ശക്തമായ പ്രവർത്തനം നടത്തി എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് നിരവധി പ്രവർത്തകരെ എത്തിക്കാൻ കഴിഞ്ഞ കാലത്തിനിടയിൽ VS ജോയിക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാന വിലയിരുത്തൽ. ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ മലപ്പുറത്ത് വലിയ വേരോട്ടം കോൺഗ്രസിനെ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലടക്കം വേരോട്ടം ഉണ്ടാക്കാൻ VS ജോയിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിച്ചു എന്ന വിലയിരുത്തൽ ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. മാത്രവുമല്ല നിലമ്പൂർക്കാരനാണ്. ഒപ്പം PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അൻവറിന് ആത്മവിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്ന ഒരു തീരുമാനം കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഇന്നൊക്കെ നടക്കുന്ന കൂടിയാലോചനകൾ ഏറ്റവും നിർണായകമാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ചില നേതാക്കൾ അവിടെ ശബ്ദമുയർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു വളരെ വിശദമായ ഒരു കൂടിയാലോചനകൾ കൂടി നടക്കും. കാരണം എല്ലാ നേതാക്കളെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം തയ്യാറാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷി, ഏറ്റവും പ്രായം കുറഞ്ഞ DCC അധ്യക്ഷനായിട്ടാണ് മലപ്പുറത്ത് ഈ VS ജോയി വരുന്നത്. അതിനുശേഷം അദ്ദേഹം KPCCയുടെ പദവിയിലേക്ക് എത്തുന്നു. KSUവിൽ 5 വർഷക്കാലം സംസ്ഥാന അധ്യക്ഷനായിരുന്നു. 2016 VS അച്യുതാനന്ദനെ നേരിടാൻ മലമ്പുഴയിൽ മത്സരിക്കുന്നു VS ജോയി. പക്ഷേ VS ജോയിക്ക് ഉറപ്പുള്ള ഒരു സീറ്റിൽ VS ജോയി മത്സരിപ്പിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് അത്ര വലിയ ഒരു വിശ്വാസം ഹൈക്കമാൻഡിന് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന മട്ടിലാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല VS ജോയി മത്സരിക്കുകയാണെങ്കിൽ UDFിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പുറത്തു വരാനുള്ള സാധ്യത അത് CPM പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? സംശയമില്ല. CPM ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്തതുപോലെ LDF സ്ഥാനാർത്ഥി നിർണയം UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ UDFനകത്ത് ഒരു അന്തഛിദ്രം ഉണ്ടാവുകയും അവിടെ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പുറത്തേക്ക് വരികയും ചെയ്താൽ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുക എന്ന നീക്കം ഉണ്ട്. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ പലതരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള പല ആക്ഷേപങ്ങൾ അത് LDF ആയുധമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചില ആശങ്കകൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഒന്ന്, നിലമ്പൂർ നേരത്തെ കൈവിട്ടുപോയതാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമായി തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്.
അതുകൊണ്ട് ഈ കാര്യത്തിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം, മറ്റ് ഒന്നും മാനദണ്ഡമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ VS ജോയിയുടെ പേരിന് മുൻതൂക്കം ലഭിക്കുകയും ചെയ്തത്. നേരത്തെ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരാവശ്യമടക്കം ഉയർന്നതാണ്. പക്ഷേ മുരളീധരൻ തന്നെ അതിന് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വരിക, അത് വേണ്ട, അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി വരണമെന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. കൂടുതൽ നേതാക്കളും ഈ മണ്ഡലത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വരട്ടെ എന്ന അഭിപ്രായം ഉയർന്നു. പിന്നീട് നൌഷാദ് അലി അടക്കമുള്ള പല ആളുകളുടെയും, അവിടെയുള്ള KPCC ജനറൽ സെക്രട്ടറി ജമീല അടക്കമുള്ള പല ആളുകളുടെയും പേരുകൾ ഉയർന്നെങ്കിലും അന്തിമ പട്ടികയിൽ ആര്യാടൻ ഷൌക്കത്തിന്റെയും VS ജോയിയുടെയും പേര് മാത്രമായിരുന്നു